ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുടംപുളി കണ്ടില്ലേ, ഈ കുടംപുളി എങ്ങനെയായി മാറുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന് ചുറ്റും കിടക്കുന്ന ഈ കുടംപുളി എല്ലാം തന്നെ നമുക്ക് പെറുക്കി ഒരു ബക്കറ്റിലാക്കണം. അപ്പോൾ അത് നമുക്ക് എടുക്കാം. നമ്മളെല്ലാം തന്നെ ബക്കറ്റിൽ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി പൊട്ടിച്ച് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മൾ പുളി പൊട്ടിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വലിയ പുളികളൊക്കെ ആണെങ്കിൽ നമ്മൾ നടുവേ ഒന്ന് പൊട്ടിക്കണം. ഈ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇതിൻ്റെ കുരു വരും. ഈ കുരു നമ്മളിങ്ങനെ കത്തി കൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞ് ആ പീസ് മാറ്റി വെക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഈ പീസ് കഴുകിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുരു എല്ലാം കളഞ്ഞ് പുളിയെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പുക കൊള്ളിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ പുളിയുള്ള പോലെ തോന്നും, പക്ഷേ ഇത് ഒരു 1/2 കിലോ പോലും ഉണങ്ങി വരുമ്പോൾ കാണത്തില്ല. അപ്പോൾ അതാണ് ഈ പുളിയുടെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുകമുറി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നേരത്തെ ഒരു 2-3 ദിവസം മുമ്പിട്ട പുളിയെല്ലാം തന്നെ ഇവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ പതിയെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം അതിപ്പോൾ ആയി വരും. ഇനി 2-3 ദിവസം കൂടെ എടുത്ത് ആയി വരും. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ നേരെ അടിയിലാണ് തീയിട്ട് കൊടുക്കുന്നത്. തീയല്ല, പുക വരും. പുകയുടെ ആവി കൊണ്ടാണിത് ഇങ്ങനെ ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ നടുക്കോട്ട് തന്നെ നമ്മുടെ ഫ്രഷായി പൊട്ടിച്ച പുളി ഇടാം. അപ്പോൾ നേരെ അടിയിൽ നിന്ന് തന്നെ നമുക്ക് ആവി കിട്ടും. പെട്ടെന്ന് തന്നെ ഇന്ന് പൊട്ടിച്ചത് ഇന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പരിപാടി, നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് തീ കൂട്ടി കൊടുക്കണം. അപ്പോൾ തീ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീയായിട്ടല്ല, നമുക്ക് കുറച്ച് പുകയായിട്ടാണ് സംഭവം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ എല്ലായിടത്തും മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് തൊണ്ടും വിറകും, അത് നമ്മൾ പുകയുന്ന ഐറ്റമാണ് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കുന്നത്. കണ്ണിലായി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വല്ല ഉണക്ക തൊണ്ടുകളും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം ഇടുന്നത്. അപ്പോൾ നമ്മൾ പതിയെ തീ കൊടുത്തു. ഇനി ഇതൊന്ന് കനലാകാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കി കാണുമ്പോൾ നേരെ അടിയിലേക്ക് തന്നെ, അടിയിൽ നിന്ന് നടുക്ക് നമ്മൾ ഇട്ട പുളിയുടെ ആ ഏരിയയിൽ തന്നെയാണ് ചൂട് ആവിയും കിട്ടുന്നത്. അപ്പം ഇതൊന്ന് കനലായതിന് ശേഷം ഞാൻ പതിയെ തൊണ്ടും വല്ല മടലൊക്കെ എടുത്ത് നമ്മൾ പുകയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പൂട്ടിയിടുമ്പോൾ ഈ മുറിയിൽ പുക നിൽക്കും. അപ്പം നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഒരു ദിവസം ഒരു 12 മണിക്കൂർ അടുത്ത് തന്നെ മതിയാവും നമുക്ക് പുക കൊള്ളാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉണങ്ങി നല്ല ഡ്രൈ ആയി കിട്ടുന്നതാണ് പുളി. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇച്ചിരി ഒന്ന് കനലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഞാനിത് പൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഈ പുളി ഇങ്ങനെ ഉണക്കി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആയി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് അധ്വാനമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതൊന്ന് അധ്വാനിക്കുമ്പോൾ നമുക്ക് പീക്ക് ടൈമിൽ ഇതിൻ്റെ നല്ലപോലെ പുളിയുടെ പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ വില ഏകദേശം 350-400 രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീക്ക് ടൈമൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു 3 കിലോ പുളി അടുത്ത് ഉണക്കപ്പുളി കിട്ടുന്ന രീതിയിലുള്ള പുളി കിട്ടാറുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നമുക്കൊരു 1000 രൂപ ഡെയിലി കിട്ടാനുള്ളൊരു സംഭവം ഇതിനകത്തുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുളി ഉണക്കുന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.